ഫിഫ ലോകകപ്പിൽ പാരഗ്വേയെ തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. കാനഡയ്ക്കെതിരെ മിന്നും ജയവുമായി മൊറോക്കോയും അവസാന എട്ടിലെത്തി. പാരഗ്വേയുടെ പ്രകോപനവും പ്രതിരോധവും പൊളിച്ച ഫ്രാൻസ് അവസാന എട്ട്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളടി സംഘത്തെ എങ്ങനെയും തടഞ്ഞു നിർത്തുക. പാരഗ്വേയുടെ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയുമെല്ലാം ഇതൊന്നു മാത്രം. പാരഗ്വേ പണിത മതിലിൽ വിള്ളലുണ്ടാക്കാനുള്ള ഡെംബലയുടെയും ഒലിസയുടെയും ശ്രമങ്ങളെല്ലാം പാളി. നുഴഞ്ഞുപോയ കിലിയൻ കൊടുങ്കാറ്റിനെ ഒർലാൻഡോ ഗിൽ എന്ന വൻമതിലും ചേർത്തു. കോട്ട പൊളിക്കാനുള്ള ഫ്രഞ്ച് ശ്രമങ്ങൾക്കിടെ കളി പരുക്കനായി. കളിക്കാർ കൊമ്പ് കോർത്തു. റഫറിക്കും പിടിപ്പത് പണിയായി. ഒടുവിൽ മത്സരത്തിന്റെ 66-ാം മിനിറ്റ് പന്തുമായി ബോക്സിലേക്ക് പാഞ്ഞുകയറിയ ഡെസിറെ ഡുവോയെ തടയാനുള്ള ഡീഗോ ഗോമസിന്റെ ശ്രമം ചെറുതായൊന്ന് പാളി. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്തത് കിലിയൻ എംബാപ്പെ. ഗില്ലിനെ ഒരു വഴിക്ക് വിട്ട മറുവശത്തേക്ക് പന്തടിച്ചു കയറ്റി ഫ്രഞ്ച് നായകൻ. പാരഗ്വേ പ്രതിരോധം പൊളിഞ്ഞ ഒരേ ഒരു നിമിഷം. ഫ്രഞ്ച് പടയുടെ വിജയ നിമിഷം. കാനഡയെ 3 ഗോളിൽ മുക്കി മൊറോക്കോയും മുന്നോട്ട്. ഗോളൊഴിഞ്ഞു നിന്ന ആദ്യ പകുതിക്ക് ശേഷം അസദീൻ ഔനാഹി അവതരിച്ചു. ഒന്നല്ല 2 തവണ. ഇഞ്ചുറി ടൈമിലെ സൂഫിയാൻ റഹീമിയുടെ ഫിനിഷിംഗ് ടച്ച് കൂടിയായപ്പോൾ മാർവലസ് മൊറോക്കോ തുടർച്ചയായ 2ാം ലോകകപ്പിലും ക്വാർട്ടറിൽ. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.